വണ്ടിയുടെ സ്പേസും ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. വാൾമാർട്ടിൽ എന്തെങ്കിലും മേടിക്കാൻ തന്നെ 20% ഓഫ് ആണ്. ആ വലിയതല്ലേ, അത് മേടിക്കാം. അത് മാത്രം മതി. അത് എവിടെ കൊണ്ടുപോയിക്കോടാ? നിങ്ങളുടെ മറ്റേ ഡ്രൈവ് വാളിൽ ഒട്ടിക്കാൻ പറ്റുമോ? ഇല്ല, വാളിൽ ഒട്ടിക്കാൻ പറ്റില്ല. ഈ ഇങ്ങനെ വാളിൽ ഒട്ടിക്കണ എന്തോ ടെമൂരിയ കണ്ടത്. അതാ മറ്റേ സ്റ്റിക്കർ, ഹെക്സഗന്റെ ഒരു മിററല്ലേ? മിറർ പൊട്ടിപ്പോയിട്ട് ഈ മിററിന്റെ എല്ലാ പീസും കൊണ്ടേ കൊടുത്ത് വാൾമാർട്ടിൽ റീഫണ്ട് തരും. തരുമോ? നിങ്ങളുടെ അഭിപ്രായം എന്താ? ഒരു മാസത്തിനുള്ളിൽ കൊണ്ടേ കൊടുത്താൽ കിട്ടുമോ? കിട്ടില്ല, ഡാമേജ് ആയിട്ട് നമ്മളാല് ഡാമേജ് അത് ഇവിടെ നിന്ന് പൊട്ടിപ്പോയെന്ന് പറയുന്നുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ നിന്ന് തന്നപ്പോ പൊട്ടിയിരിക്കരുതെന്ന് പറയും. അതൊക്കെ അത്രേ ഉള്ളൂ. ഇവിടെ കസ്റ്റമർ പറയണാണ് ശരി, അല്ല നമ്മള് പറയണാണ് ശരി. വേണമെങ്കിൽ നമുക്ക് അത് നോക്കാട്ടോ. എടാ നിനക്ക് എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് റോഡ് സൈഡിൽ സാധനങ്ങളൊക്കെ എടുക്കാം. എടാ ഇവിടെ ലാമ്പിന്റെ ഫാം എന്തോ ബാക്ക്ഗ്രൗണ്ട് സ്ക്രീനിങ് വന്നായിരുന്നു. അത് ചെയ്യാം. ഞാൻ പുള്ളിയെ വിളിച്ചായിരുന്നു. പുള്ളി ചിലപ്പോൾ ഓക്കത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യാന്നുണ്ടാവും. അത് ബർത്ത്ഡേ ഗിഫ്റ്റ്. ബർത്ത്ഡേ ഗിഫ്റ്റ്. അതിലേ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം വേണമെന്ന് തരാനില്ല, എല്ലാവർക്കും കിട്ടതാ. ഓക്കെ എങ്ങോട്ട് പോവാ? ഓക്കെ അതിനെ കൂടി ഇങ്ങനെ കൂട്ടാൻ പറ്റുമോ? എന്തിയവൻ ശരിയെന്നാ, ഞാൻ ചോദിച്ചിട്ട് പറയാം. ജോൺസ് പറഞ്ഞായിരുന്നു കഴിഞ്ഞ ദിവസം ഈ വിൻസെന്റ് ടിം കണ്ടുപിടിക്കാൻ 50 കിലോമീറ്റർ പോകണം. എടാ ഇതിലപ്പുറമാണ് ഇവിടെ പോകുമ്പേ, മോൺട്രിയൽ പോകുമ്പേ. പക്ഷെ ഹൈവേ ആണ്, ഫുൾ ഹൈവേ ആണ്. ഇവിടെ നിർത്താൻ പറ്റില്ലല്ലേ? ഇവിടെ വണ്ടിയുടെ സ്ഥലമല്ല. പിന്നെ ഈ വണ്ടി നമ്മള് റോഡിൽ ഒതുക്കിയ ഈ വണ്ടി ഒരു ലൈൻ ഫുള്ളി വണ്ടി എടുക്കും. മോൺട്രിയൽ നല്ല ദൂരം ഉള്ളതുകൊണ്ട് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള വണ്ടി എടുത്തോണ്ട് പോകണം. വീട്ടിലുള്ളവന്മാരെ ഒരു ക്യാമറ എടുത്തോണ്ട് പോയത് അവന്മാര് 200 പറഞ്ഞു. അത് ക്യാമറ ആയിട്ട് ഏറ്റവും വലിയ പ്രശ്നം മാപ്പില്ല. ആടാ അത് മിഡ് റേഞ്ച് വല്ല വണ്ടി, അതായത് സ്പെക്ക് കുറഞ്ഞായിരിക്കും, ബേസ് മോഡലിലായിരിക്കും. ക്യാമറ കൂടിയ ഇനത്തിനും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത്. പോടാ സ്ക്രീൻ പുതിയ വണ്ടിക്ക് എല്ലാത്തിനും ഇല്ലേ സ്ക്രീൻ?
എല്ലാത്തിനും ഉണ്ട്. അത്യാവശ്യം എല്ലാത്തിനുണ്ടോ? എന്തോടാ ഈ ഒരു വീഡിയോ ആക്കാൻ പറ്റുമോ എന്തായാലും മൊബൈലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുമോ? നിതിൻ വീഡിയോ എഡിറ്റിംഗ് യൂട്യൂബിലിടും. ഞാൻ യൂട്യൂബിലിടും. യൂട്യൂബ് ചാനൽ ഉണ്ടോ? യൂട്യൂബ് ചാനൽ ഉണ്ടാവില്ല. ഇല്ല. മില്യൺസ് ഫോളോവേഴ്സ് ആണ്. ആൾക്കാർ പബ്ജി വീഡിയോ കിട്ടാതെ ആൾക്കാരൊക്കെ വരും. പബ്ജിയൊക്കെ എന്തുവാ സെവൂനെയും ലവ്ലിനൊക്കെ വിട്ടിച്ചങ്ങ് കയറും. അത് ഭയങ്കര ഷോക്കാണ് കേട്ടോ, ഈ റോഡ് മാത്രം. അതെ. ഇത് വൈബ് സ്ഥലമാണ്. ഇവിടെയൊക്കെ ഇറങ്ങി ഫോട്ടോ എടുക്കാം, നൈസായിരിക്കും. എന്റെ കേരളം എത്ര സുന്ദരം. അന്വേഷിക്കണ്ടോ? ഒന്ന് വണ്ടി ഒതുക്കാൻ സ്ഥലമില്ല. വണ്ടി ഒതുക്കാം. എടാ ഒന്ന് ഒതുക്കിയാ വല്ലവന്റെ പെരക്കകത്ത് കയറിയിരിക്കും വണ്ടി. ഇവിടെ ഏതെങ്കിലും വീട്ടിൽ കയറിട്ട് ചേച്ചി ബാത്റൂം ഇല്ലെങ്കിൽ ഇത് എടുക്കണോ? എടാ നല്ലതെന്തെങ്കിലും കാണാൻ നമുക്ക് എടുക്കാട്ടോ. ഇനി വല്ല ചെയറോ അങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് പറിക്കിടാം. ഈ മീറ്റ് ബോക്സ് എടുത്തിട്ട് പോയാലോ വരാല്ലേ? ആ ട്രാക്ടർ ഈ വേസ്റ്റ് ബിൻ എടുത്തിട്ട് പോയാലോ? നമുക്ക് വേണ്ടേ? വേണ്ടേ നമുക്ക് വേസ്റ്റ് ബിൻ വാങ്ങാം. വേസ്റ്റ് വേണം വീട്ടിൽ. മറ്റേ കാല് കൊണ്ട് ചവിട്ടി തുറക്കണാണോ? അതെ, അത് വേണം. ഇത് കയ്യും വെച്ച് തുറക്ക് ഇടങ്ങേറാണ് പരിപാടി. നമുക്കെന്നാ ഇന്ന് അവിടെ നിന്ന് മേടിക്കാം, വാൾമാർട്ടിൽ നിന്ന് മേടിക്കാം. നമുക്ക് വാൾമാർട്ടിൽ പോകും. അടുത്ത് ഷാർലറ്റോടെ വാൾമാർട്ടിൽ പോകും. ടാക്സ് കുറവുണ്ടോ? ടാക്സ് സെയിമാ 15%. വേറെ മോൺട്രിയലിലോട്ടൊന്ന് ലൈക്ക് മോൺട്രിയൽ കയറിയിട്ട് ആദ്യത്തെ വാൾമാർട്ടിൽ നിന്ന് വാങ്ങിയിട്ട് പോകണം. മോൺട്രിയൽ കയറണം. മോൺട്രിയൽ കയറണമെങ്കിൽ 11 മണിക്കൂർ വേണം ജസ്റ്റ് കയറാൻ. മറ്റേ ക്യൂബക് സിറ്റി കയറണമെങ്കിൽ 11. നമുക്ക് സിറ്റി പോകണ്ട, ഉൾഭാഗത്ത് വാൾമാർട്ട് ഉണ്ടാവില്ല. എടാ മോൺട്രിയൽ പ്രൊവിൻസ് കയറണമെങ്കിൽ 11 എടുക്കൂലേ? ഇല്ലില്ല, ഇവിടുന്ന് മോൺട്രിയാൽ വരെയാണ് 12 കിലോമീറ്റർ, 12 മണിക്കൂർ ഡ്രൈവ്. നമുക്ക് സിറ്റിയിലേക്ക് പോകണ്ട, പ്രൊവിൻസ് ഉണ്ടോ എന്നൊക്കെ തപ്പാം. സെറ്റാക്കി വന്നിട്ടുണ്ട്. നാളെ രാവിലെ 9 മണിക്ക് വണ്ടി കൊടുക്കണം. ഒരുപാട് സ്ഥലമുണ്ട്. നിങ്ങളിപ്പോ അങ്ങോട്ടിട്ടിട്ടാണോ അത് വോയിസ് ഓവർ ഇട്ടിട്ടോ? വോയിസ് ഓവർ ഇട്ടിട്ടാണോ അത്? ഒന്നുമില്ല, ഞാൻ ഇതുപോലെ എടുത്ത് അങ്ങ് അപ്ലോഡ് ചെയ്യും. എനിക്കിനി മാറ്റാനൊന്നും പിന്നെ 6 കിലോമീറ്റർ 6.7 ഇത് നൈസായിട്ട് പുറത്ത് നിർത്തണം. ഇവിടെ വല്ല